പ്രതീക്ഷിച്ചതൊന്നും കിട്ടിയില്ല. അപ്രതീക്ഷിതമായി നല്ലതൊന്നും കിട്ടിയതുമില്ല. നിരാശ എന്ന ഒറ്റ വാക്കിൽ കേന്ദ്ര ബജറ്റിനെ കേരളത്തിന് വിലയിരുത്താം. കടമെടുപ്പ് പരിധി കുറച്ചതുൾപ്പെടെയുള്ള കാരണങ്ങളാൽ നേരിടുന്ന പ്രതിസന്ധി മറികടക്കാൻ 24,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് പ്രത്യേക സഹായമായി 5,000 കോടി രൂപ, ദേശീയപാതാ വികസനത്തിന് നൽകിയ 6,000 കോടി രൂപയ്ക്ക് പകരമായി അത്ര തന്നെ തുക വായ്പ എടുക്കാനുള്ള അനുമതി, എയിംസ്, സിൽവർ ലൈൻ, പുതിയ തീവണ്ടികൾ എന്നിവയെല്ലാം കേരളം ആവശ്യപ്പെട്ടിരുന്നു. ഒന്നും കിട്ടിയില്ല. LDF UDF എംപിമാർ ഒറ്റക്കെട്ടായി ബജറ്റിനെതിരെ രംഗത്ത് വന്നപ്പോൾ യോജിച്ച പോരാട്ടമാണ് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ ആവശ്യം. ഇതൊരു പൊതുകാര്യല്ലേ? പിന്നെ കേരളത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷം എന്ന് പറയുന്നതിനകത്ത് യുക്തിയില്ലല്ലോ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ പ്രശ്നമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, കേരളത്തിന്റെ പ്രശ്നമല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എല്ലാ വിഭാഗീയതയും മറന്ന് നമ്മൾ നാടിനു വേണ്ടി, നാട്ടാർക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി നമ്മൾ ഒരുമിക്കണം. ഒരുമിച്ച് ഫൈറ്റ് ചെയ്യണം, ഒരുമ കാണിക്കണം. ഒരുമയില്ലെങ്കിൽ പിന്നെ എവിടെയാ നേട്ടം, എവിടെയാ ഫലം, വഴിയുടെ റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. റബ്ബർ കർഷകർക്കുള്ള സഹായം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ലൈറ്റ് മെട്രോ തുടങ്ങി കാലങ്ങളായുള്ള പല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. എയിംസ് വരുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും നിരാശ മാത്രം ബാക്കി. തലശ്ശേരി, മൈസൂരു, നിലമ്പൂർ, നഞ്ചാഗുഡ് റെയിൽപാതകൾക്കുള്ള പ്രാഥമിക നടപടികളും കേരളത്തിന്റെ ആവശ്യത്തിലുണ്ടായിരുന്നു. ബീഹാറിനും ആന്ധ്രയ്ക്കും നൽകിയ പരിഗണനയുടെ 10-1 ലഭിച്ചാൽ കേരളത്തിന് അല്പമെങ്കിലും ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നു. പക്ഷേ ബീഹാറിലെ പ്രളയ സാധ്യത മുന്നിൽ കണ്ട കേന്ദ്ര സർക്കാർ കേരളത്തിലെ പ്രളയകാലങ്ങൾ കണ്ടതായി നടിച്ചതേയില്ല. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.